സ്പെഷ്യലായിട്ട് തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ഫിലിമിനകത്ത് ഇദ്ദേഹം തൊപ്പി വെച്ചിട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ആകമൊത്തമുള്ള ഒരു യൂണിഫോം. സോ ഇന്നത്തെ സ്റ്റാർ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ തിയേറ്ററുകളിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിലെ ആ മേജർ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. ഒത്തിരി നല്ല നല്ല കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. മിനി സ്ക്രീനിൽ ഒത്തിരി ഗംഭീര പെർഫോമൻസസ് നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ സ്വന്തം ദഫേദാർ. അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർ. യെസ്, ആൻഡ് ഇറ്റ് ഈസ് ടിനി ടോം. ഇപ്പോൾ സമയം കറക്റ്റ് 9 മണിയായിട്ടുണ്ട്. ആലുവയിലുള്ള ടിനിച്ചേട്ടൻ്റെ വീട്ടിൽ കറക്റ്റ് 10 മണിയാകുമ്പോൾ എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൊച്ചിയിലെ ട്രാഫിക്കൊക്കെ വെച്ച് എത്ര മണിക്ക് അവിടെ എത്തും എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇനിയൊട്ട് സമയം കളയുന്നില്ല, നേരെ നമ്മൾ പോവാണ് ടിനിച്ചേട്ടൻ്റെ വീട്ടിലേക്ക്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഏദൻ തോട്ടത്തിൻ്റെ നടുവിലാണോ നമ്മൾ നിൽക്കുന്നത് എന്ന് തോന്നിപ്പോകും എന്നല്ല പറയുന്നത്. നമ്മൾ ഏദൻ തോട്ടത്തിൻ്റെ നടുവിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏദൻ തോട്ടത്തിലെ പാലാട്ടി ഹൗസ് എന്ന് പറയുന്ന ഹൗസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വീട് കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നീല മേൽക്കൂരയും ആ മേൽക്കൂരയുടെ മുകളിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികൾ കൊണ്ടൊരു ഫാഷനൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ടുള്ള അതിമനോഹരമായ ഈ വീട്ടിൽ ആരാണ് താമസിക്കുന്നത്? യെസ്, ഈ ഏദൻ തോട്ടത്തിലെ ആദം. ആരാണ് ഈ ഇവിടുത്തെ ആദം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സ്വന്തം ടിനിച്ചേട്ടൻ. ഇപ്പോൾ സമയം കൃത്യം 10 മണിയായി എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 10 മണിക്കാണ് നമ്മളോട് ഇവിടെ വരാൻ പറഞ്ഞത്. പക്ഷേ സമയം ഒരു ഇത്തിരി വൈകിപ്പോയി, അരമണിക്കൂർ ലേറ്റായി. പക്ഷേ നമ്മൾ അരമണിക്കൂർ ലേറ്റായ കാര്യം ടിനിച്ചേട്ടൻ അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ടിനിച്ചേട്ടനെ വിളിക്കാൻ പോവാം. ഡീസൻറ്റ്. ഹായ് ടിനിച്ചേട്ടാ. നമസ്കാരം. കറക്റ്റ് സമയമുള്ള 10 എന്ന് പറഞ്ഞാൽ 11 മണിക്ക് വരുള്ളൂ. ഈ ചാനലും സ്ത്രീകളും ഒരേപോലെയാണ്. അപ്പൊ ഈ ചാനലും സ്ത്രീകളും കൂടെ ഒരുമിച്ച് ചേർന്നല്ല അങ്ങനെ അല്ല. ഇപ്പൊ ഞാനും ഇവിടെ അതുപോലെ യൂസ്ഡ് ആയി. കാരണം ഞാൻ 10-10:30 പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫ് 11 മണിക്ക് ഇറങ്ങാറുള്ളൂ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അപ്പൊ എല്ലാം സോൾവ് ആയി. ചേട്ടാ ഒരു ഇത്തിരി ലേറ്റ് ആയി പോയി, അറിയാതെ പറ്റിപ്പോയതാ. അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. നമുക്ക് എല്ലാ ദിവസവും പരിപാടി ഉള്ളത്. ചേട്ടൻ എന്ത് പറ്റി, മെലിഞ്ഞിരിക്കുന്നല്ലോ? അതോ കഷ്ടപ്പെട്ടാക്കിയിട്ടാണ്. അതെയോ? ഇപ്പൊ ശരിക്കും ടൈനി ടോമായി, കുഞ്ഞായി പോയി. അപ്പൊ ചേട്ടാ നമുക്ക് അത് കയറാം. എന്നെ വിളിക്കുന്നില്ല അതോട്. വെൽക്കം. എന്നെ കയറ്റുമല്ലേ? എന്നെ കയറ്റോ? എനിക്ക് ചെറിയൊരു ഡൗട്ട് പോലെ. ചേട്ടാ, ചേട്ടൻ്റെ വീട്ടിൽ കയറി വന്നപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തത് എന്താണെന്നറിയോ? പാഷൻ ഫ്രൂട്ട് കുറേ ഉണ്ടല്ലോ. വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇവിടെ? പിന്നെ ഇവിടെ ഇപ്പുറത്ത് പുളിയുണ്ട്, പിന്നെ ഒരു 8 തെങ്ങുണ്ട്, 8 സെന്റിലെ മുതലാളിയാണ്. ആ 8 സെന്റ് ഉള്ളൂ. പക്ഷെ ഉള്ളതിൽ ഞാൻ മാക്സിമം നടാൻ പറ്റാവുന്നതെല്ലാം നട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ പോകുമ്പോ ഒരു സന്തോഷ സൂചകമായിട്ട് വന്നേ ഉള്ളൂ. എന്നാലും എന്തൊക്കെ നമുക്ക് തന്നുവിടും? പറഞ്ഞു, എന്ത് വേണമെങ്കിലും പറിച്ചെടുത്തുണ്ടാക്കിയോ. പുളിയുണ്ട്, കൊളസ്ട്രോൾ കളയുന്ന പുളിയുണ്ട്, കൊടംപുളിയുണ്ട്. എന്നെ കണ്ടിട്ട് ചേട്ടന് കൊളസ്ട്രോൾ ഉണ്ടെന്ന് തോന്നിയല്ലോ ചേട്ടാ. ആളുടെ വലിപ്പത്തിലല്ലേ ഇവ പക്രു എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പക്ഷെ അവനൊരു കപ്പലിന്റെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മതി, അവന് കൊളസ്ട്രോൾ കൂടും. ചേട്ടാ ഈ പുളി കഴിച്ചാണോ ഇങ്ങനെ മെലിഞ്ഞു പോയത്? അല്ല, അത് നമ്മൾ അധ്വാനിച്ചിട്ട് തന്നെയാണ്. അത് ഈ ദഫേദാർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു 10-13 കിലോ കുറക്കേണ്ട ആവശ്യമുണ്ട്. അതിനൊരു 10-65 വയസ്സില്ലേ? അതെ, അതിലുണ്ട്. ഞാൻ അതിൻ്റെ സിനിമ കണ്ടില്ല സത്യം പറയാലോ. ഞാൻ അതിൻ്റെ ട്രെയിലറും അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കുറേ വിഷ്വൽസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കണ്ടിരുന്നു. ചേട്ടനെ പോലെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പൊ എനിക്കൊക്കെ എന്നെ 65 വയസ്സായിട്ട് കാണണമെന്ന് തോന്നിയാൽ അതൊക്കെ നടക്കുമോ? വായിലിരിപ്പ് 65-ന്റെ. അപ്പൊ ചേട്ടാ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തൊക്കെയാ? അതിനു മുമ്പ് ഇവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇപ്പോ വീട്ടിലിപ്പോ തോട്ടത്തില് ആദം ഇല്ല.
ആദം. അയ്യോ, ഞാൻ ആദ്യം ആദം എന്ന് പറഞ്ഞത് ടിനിച്ചേട്ടനെ ആണെങ്കിൽ ഇവിടെ വേറൊരു ആദം ഉണ്ട് കേട്ടോ. അതെന്റെ മകനാണ്, അവൻ സ്കൂളിൽ പോയി. പിന്നെ അവനിപ്പോ 7th. പിന്നെ ഇവിടെ ഉള്ളത് പിന്നെ വൈഫാണ്. വൈഫ് വേറെ. അതെ അതെ അതെ. രൂപ ചേച്ചി, അവളുടെ ചേച്ചി വന്നിട്ടുണ്ട്. ഈ വിശേഷം പറഞ്ഞു തുടങ്ങിയാൽ നിർത്തൂല. പരദൂഷണത്തിന്റെ ഒരു മലയാണ് അവര്. അപ്പൊ എന്തായാലും ഞാൻ വിളിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് അപ്പൊ 65 വയസ്സാകുമ്പോ ടിനിച്ചേട്ടൻ ഇങ്ങനെ ഇരിക്കുമല്ലേ എന്ന് വിചാരിച്ച മനസ്സിൽ? അങ്ങനെ വിചാരിച്ചില്ല. അതില് പിന്നെ കുറച്ച് ഡാർക്ക് ഒക്കെ ആക്കി വേറെ മേക്കപ്പ് ആയിരുന്നല്ലോ കൂടുതൽ. എന്ന് വെച്ചാൽ 65 വയസ്സാകുമ്പോ എന്റെ ടിനിച്ചേട്ടൻ ഇതിലും സുന്ദരനായിരിക്കുമെന്ന്. അതെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ടീനയുടെ നല്ല ക്യാരക്ടറായിരുന്നു. ടീന നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഇതാണ്. ആണ്. അതെയോ? രൂപ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെല്ലാവരും ഉറപ്പായിട്ടും പോയി കണ്ടിരിക്കേണ്ട ഫിലിമാണ്. ദീപ ചേച്ചി, ടിനിച്ചേട്ടൻ പറഞ്ഞു ദീപ ചേച്ചിയും രൂപ ചേച്ചിയും കൂടെ ഭയങ്കര പരദൂഷണമാകുന്നത്. പരദൂഷണമൊന്നുമില്ല. പിന്നെന്താ അത് പറഞ്ഞോണ്ടിരുന്നത്? ഞങ്ങൾ കേട്ടല്ലോ എല്ലാം. ടിവി കൂടെ നമ്മളെല്ലാം കേൾപ്പിക്കും. ടിനിച്ചേട്ടനെ പറ്റിട്ട് പറയാം, കേക്കട്ടെ. ടിനിച്ചേട്ടൻ എങ്ങനെയാ? നല്ലവനാണോ? അല്ല, ഭയങ്കര തമാശയാണോ? ടിനിച്ചേട്ടന് ഒരു 2 തമാശ പറയും, കേക്കട്ടെ. അല്ല, മെയിനായിട്ട് എന്നെ കളിയാക്കും. അത് തന്നെ. എന്ത് പറഞ്ഞ കളിയാക്കുന്നത്? പാവം ദീപ ക്ഷീണിച്ചു, ഫുഡൊന്നും കിട്ടാറില്ലേ. വരുമ്പോ തന്നെ രൂപ എന്തെങ്കിലും എടുത്തു കൊടുക്കും, പാവം പട്ടണിക്കോലം വന്നിട്ടുണ്ട്. എന്താണ് ടിനിച്ചേട്ടാ പാവം ദീപ ചേച്ചി കണ്ടോ? ആ ചിരി കണ്ടെങ്കിലും പറയാൻ തോന്നുന്നു. ഞാൻ പറയുന്നതാണ്, ഈ 2 കിഡ്നി, ഈ 2 ചെവി, 2 കണ്ണെന്ന് പറഞ്ഞ 2 ആമാശയുണ്ടെന്ന് എപ്പോഴും പറയും 2 ആമാശയം മുഴുവൻ. പക്ഷെ ദീപ ചേച്ചി ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ടെഡ്ഡി വേറെ പോലെ ഒരു രസമില്ല. അയ്യോ, ടിനിച്ചേട്ടാ നമ്മളെങ്ങോട്ടാ പോകുന്നത്? ആദ്യം ഞാൻ ഇപ്പൊ ഒരു ദിവസം ഇവിടെ നിന്ന് തുടങ്ങുന്നെന്ന് പറഞ്ഞാൽ കാലത്ത് ഇവിടെ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് തുടങ്ങാറ്. എന്റെ നടയാണത്. ഇവിടുന്ന് പിന്നെ സാധാരണ ഞാൻ ഒഴിവുള്ള ദിവസങ്ങളാണെങ്കിൽ എന്റെ പിതാവ് മരിച്ചത് കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും വണ്ടി എടുത്തിട്ട് എന്റെ ഇടവകപ്പള്ളിയാണ്. ആ ഇടവകപ്പള്ളിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് പോകാം. അതിനുശേഷം ഒരുപാട് പറയാനുള്ള ഒരു പള്ളിയാണ്. പിന്നെ നമുക്ക് പൊക്കോണ്ട് പറയാം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പറയാം. അതിന്റെ കാരണങ്ങൾ ഞാൻ അവിടെ വിശദീകരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇറങ്ങാം. ഞാൻ ഇറങ്ങാണ്. അധികം കാശൊന്നും ചെലവാക്കരുത് ഷോപ്പിങ്ങിന് മുമ്പ്. ധൈര്യമായിട്ട് ചെലവാക്കി. ഇന്ന് ഒരു പ്രശ്നമില്ല, എല്ലാം ഞാൻ ഏറ്റു. തിരിച്ചു വരുമ്പോഴേ ഈ സന്തോഷം തരണമേ. ഇവിടെ അപ്പൊ ചേട്ടന്റെ വീടിന്റെ അടുത്ത് ചേട്ടൻ സ്ഥിരമായിട്ട് പോകാറുള്ള മറ്റേതൊക്കെ സ്ഥലങ്ങളാണ്? സ്ഥിരമായിട്ട് ഇവിടെ എന്റെ ഒരു പള്ളിയുണ്ട്. അത് ഒരു ചെറിയ ഇടവകയാണ്. ഇപ്പൊ നമ്മൾ അങ്ങോട്ടാണ്? അല്ലല്ല, വലിയ ഇടവകയിലേക്കാണ് പോകുന്നത്. പക്ഷെ ചെറിയ ഇടവക എന്ന് പറഞ്ഞൊരു ഉണ്ണീശോ പള്ളി ഉണ്ട്. കമ്പനിപ്പടിയിൽ ഉണ്ണീശോ പള്ളി എന്ന് പറയും. ഇവിടെ ഒരുപാട് ഇടവകാംഗങ്ങൾ തന്നെ വന്ന് പ്രാർത്ഥിക്കുന്ന വളരെ അത്ഭുതം നിറഞ്ഞൊരു പള്ളിയാണിത്. നമ്മൾ പോകുന്നത് സെയിന്റ് ഡൊമിനിക് ചർച്ച് എന്ന് പറയും. അത് മാർക്കറ്റിന്റെ നടുക്കാണ്. പക്ഷെ അതുകൊണ്ട് മാർക്കറ്റിന്റെ നടുക്കായതുകൊണ്ട് ചന്തപ്പള്ളി എന്നാണ് പേര് വരുന്നത്. അതുകൊണ്ട് അത് പറയരുന്ന പറയുന്നത്. ചന്തപ്പള്ളി എന്ന് പറയുന്ന ഒരു വേറൊരു ശരിയാ, അതിനൊരു ഒരു അത് വേണ്ട. ചന്തത്തോ ചന്തം എന്ന് പറയുന്നത് ഭംഗിയാണ്. അപ്പൊ ചന്തംപള്ളി എന്നാക്കാം. മതി, അങ്ങനെ മതി. ചേട്ടന്റെ ഇടവക പള്ളിയിൽ നമ്മളിപ്പോ എത്തിയിരിക്കുകയാണ്. ചേട്ടാ, ഒത്തിരി പ്രത്യേകതകളുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞല്ലോ, എന്താണ്? ഏറ്റവും പുതിയ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ, ചരിത്രം എന്ന് പറഞ്ഞാൽ പഴയതായിരിക്കും, പക്ഷെ പുതിയ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഇടവകാംഗങ്ങളായിട്ടുള്ള ഒരു പള്ളിയാണത്. അതും ചേട്ടനെ ഉദ്ദേശിച്ച് തന്നെയല്ലേ ചേട്ടൻ പറഞ്ഞു? ആലുവ പുഴ വരെ ചേട്ടന് കോൺസെൻട്രേറ്റ് ചെയ്താണോ? അതെ, ഞാൻ വന്നതിന് ശേഷം ഒരുപാട് സിനിമാ താരങ്ങൾ ആലുവെന്ന് വന്നു. അതാരൊക്കെയാണ്? യഥാർത്ഥത്തില്
ഇവിടുത്തെ ഇടവകാംഗങ്ങൾ മറ്റ് അല്ലാതെ പള്ളി എന്ന് പറഞ്ഞാൽ പല സെലിബ്രിറ്റീസും പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇടവകാംഗങ്ങളാണ്, സ്ഥിരം ഇടവകാംഗങ്ങൾ പാരമ്പര്യമായിട്ട്. ഒന്ന് അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹത്തിന്റെ കല്യാണം ഇവിടെ ആയിരുന്നു. നിവിൻ പോളിയുടെ കല്യാണം ഇവിടെ ആയിരുന്നു. പിന്നെ ബാബുരാജ് ഇടവകാംഗമാണ് ഇതിന്റെ ആണ്. പിന്നെ ഈ എളിയവനായ ഞാനും, എൻ്റെ വിവാഹം ഇവിടെ ആയിരുന്നു, എൻ്റെ കുട്ടിയുടെ മാമോദിസ ഇവിടെ ആയിരുന്നു, നിവിൻ്റെ കുട്ടിയുടെ മാമോദിസ, എല്ലാവരും. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സിനിമാ താരങ്ങളെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒത്തിരി ചരിത്രം ഉറങ്ങുന്ന, അല്ല ഇപ്പൊ ഉറങ്ങുമല്ല, അതിങ്ങനെ ഉണർന്നു നിൽക്കുന്ന ഒരു പള്ളിയാണിത്. പിന്നീട് ഭാവിയിൽ അത് വലിയ ചരിത്രമായി മാറും. നന്ദിനി പോകാൻ പറ്റട്ടെ, ഒരു 50,000 രൂപ ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സിനിമ കയറാം. പെട്ടെന്ന് പ്രാർത്ഥിച്ചാൽ മതി. 50,000 രൂപ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണോ സിനിമയിൽ കയറുന്നത്? അല്ല, ഞാൻ എപ്പോഴും അങ്ങനെയാണ് പറയാറ്. ഇവിടെ വന്നിട്ട് ഒരു 50,000 എനിക്കൊരു കടമായിട്ട് 50,000 രൂപ ഇപ്പൊ തന്നാലേ ഞാൻ വലിയ നടിയാകുമ്പോ ചേട്ടന് 1,00,000 രൂപ തിരിച്ചു. അപ്പൊ നേർച്ചക്ക് വരെ കടം ചോദിച്ച് ഞാൻ പലിശ മേടിക്കണം? അല്ല, നേർച്ചയുടെ ഒരു വ്യാഖ്യാനം നന്നായി. എന്തായാലും എൻ്റെ പിതാവിനെ സംസ്കരിച്ചത് കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു അദ്ദേഹം മരിച്ചത്. അതിവിടെ തന്നെയാണ്. എന്തായാലും എല്ലാവരുടെ അവസാനം ഇവിടെ തന്നെ ആയിരിക്കും, ഈ ഇടവകങ്ങളുടെ അവസാനം ഇവിടെ നിന്ന് തന്നെയായിരിക്കും. പക്ഷെ നമ്മുടെ തുടക്കം ഇവിടെ നിന്നാകട്ടെ. അപ്പോൾ എൻ്റെ ഫാദറിന്റെ കുഴിമാടത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓക്കെ. ഇവിടെ നല്ല പണിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. പള്ളി വീണ്ടും വലുതാക്കണം. അതല്ലേ നന്ദിനത്ത് കുറച്ച് കാശ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്. അച്ഛൻ കണ്ടിരുന്നെങ്കിൽ കുറച്ച് കാശ് മേടിച്ചോണ്ട് പോയനെ. ഇപ്പോൾ കൃത്യം 11:30 ആയിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഇടവക പള്ളിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ടിനി ചേട്ടൻ്റെ അമ്മയെ കാണാനാണ്. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കാതെ നമുക്ക് അങ്ങോട്ട് പോകാം. ടിനിച്ചേട്ടൻ്റെ അമ്മയുടെ അടുക്കൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് ടിനിച്ചേട്ടൻ ഈ ഗ്ലാമറൊക്കെ എവിടെ നിന്നാ കിട്ടിയതെന്ന്. സുന്ദരി കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്തത് കാണു വരുന്നത് അമ്മയ്ക്ക്. അമ്മേ, ടിനിച്ചേട്ടനെ പറ്റി പറയാം. ടിനിച്ചേട്ടൻ കൊച്ചായിരുന്നപ്പോ എങ്ങനെയായിരുന്നു? കുഞ്ഞായിരുന്നു, ഭയങ്കര വൃത്തിയായിരുന്നു. അടി കൊടുത്തിട്ടുണ്ട്. ആണോ? എന്തിനാണ് ഏറ്റവും കൂടുതൽ അടി മേടിച്ചിട്ടുള്ളത്? പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും. പഠിക്കത്തില്ലായിരുന്നു? പഠിക്കും, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് ദേഷ്യം ഞാൻ പേനയെടുത്ത് കുത്തി ഓടിച്ചിട്ടുണ്ട്. അടിക്കാൻ ഓടിച്ചാല് പുറത്ത് വീടിന്റെ ചുറ്റുവിട്ട് ഓടിക്കും തന്നെ. അങ്ങനെയാണ് ഇങ്ങനെ അത്ലറ്റിക് ആയിട്ട് ഫിറ്റ് ആയിട്ട് അമ്മ വളർന്ന് സുന്ദരി കുട്ടിയായി മാറിയത്. ടിനിച്ചേട്ടൻ ഇട്ട് ഓടിച്ചത്. പിന്നെ പഠിക്കാനായിട്ട് ഏറ്റവും മോശം ഏത് വിഷയത്തിലായിരുന്നു? അങ്ങനെ ഏത് വിഷയത്തിലൊന്നും എല്ലാത്തിലും മോശമല്ലായിരുന്നു. മോശമല്ല, ആവറേജ് ഉണ്ടായിരുന്നു. അങ്ങനെ മോശമൊന്നുമല്ലായിരുന്നു. വേറെ പഠിക്കുന്ന കാര്യത്തിനല്ലാതെ വേറെ എന്തൊക്കെ വികൃതിത്തരങ്ങളാണ് ടിനിച്ചേട്ടൻ കാണിക്കാറുള്ളത്? ചെറുപ്പത്തിലെ പല പരിപാടികളിലും ചേർന്നിട്ടുണ്ട്. കരാട്ടയില്, ഗിറ്റാർ പഠിക്കാൻ ഒന്നും പൂർത്തിയാക്കൂല. മിടുക്കനാണ്. അമ്മേ, എനിക്ക് ജീവിതത്തിൽ ഒരു കോമഡി സ്റ്റാർ ആകണം, അല്ലെങ്കിൽ ഒരു മിമിക്രിക്കാരനാകണം അങ്ങനെ പറഞ്ഞപ്പോ എന്താണ് അമ്മ പറഞ്ഞത്? അമ്മ പറഞ്ഞില്ല മോനെ നീ എന്തെങ്കിലും ജോലി ചെയ്യടാ എന്ന് പറഞ്ഞു? അങ്ങനെ പറഞ്ഞിട്ടില്ല. അവന്റെ ഇഷ്ടത്തിന് അവനെ വിട്ടുള്ളൂ. ഇല്ല, ഒരിക്കൽ പോലും ഡാഡിക്കാണ് പിന്നെ ഉണ്ടായിരുന്നത്. PSC ടെസ്റ്റ് എഴുതും. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അമ്മയായിരുന്നു ഫുൾ സപ്പോർട്ട്. ഫാദറിന് വേറെ ഫാദറിന് ഉണ്ടായിരുന്നു. ഫാദർ എന്താ IPS ഓഫീസറും അങ്ങനത്തെ കയ്യെത്താ ദൂരത്തുള്ള സ്വപ്നങ്ങളൊക്കെ. ആക്ച്വലി ആ ഒരു ലുക്കില് IPS ഓഫീസറിന്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ. അല്ല, ശരിക്കൊരു വക്കീലാക്കണം എന്നായിരുന്നു. ഞാനൊരു മുക്കാ വക്കീലാണ്, കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നുള്ളൂ. അപ്പൊ ഞാൻ ഫാദറിന്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, വക്കീലായില്ലെങ്കിലും കോമഡി സ്റ്റാറിലെ ജഡ്ജ് ആയില്ലെന്ന് ഇരിക്കാം. അതെ, വക്കീലിനെക്കാട്ടിലും വലുതാണല്ലോ ജഡ്ജ്. ശരിയാണ്.
പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു വളരെ പ്രമുഖനായ മനുഷ്യനെ കൂടെ പരിചയപ്പെടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ദഫേദാറാണെന്ന് കേട്ടല്ലോ ചേട്ടാ. ദഫേദാർ അയ്യപ്പൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാളാണ് ആ സിനിമയിൽ. പക്ഷെ ഇദ്ദേഹം സ്വന്തം ശരീരം പോലും മുറിച്ചു മറ്റുള്ളവർക്ക് കൊടുത്താണ്. അത്രയും ദഫേദാർ അയ്യപ്പൻ ചെയ്തിട്ടില്ല. കാരണം ഇദ്ദേഹത്തിന്റെ എബി എന്നാണ് പേര്. ഇദ്ദേഹം എൻ്റെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓടി നടത്തുന്ന ഒരാളാണ്. അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ച് ഒരുപാട് റൈറ്റപ്പ് വന്നിരുന്നു. ഡീന എബി എന്നാണ് പേര്. സ്വന്തം കിഡ്നി ഒരു പാവപ്പെട്ട ഒരു തൊഴിലാളിക്ക് ദാനം ചെയ്തു. അതിന് കൂട്ടുന്ന ഇദ്ദേഹമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രൂപം ഉണ്ടെങ്കിലും താടി വന്നിട്ടില്ല. ബാക്കിയൊക്കെ യേശുക്രിസ്തുവിന്റെ രൂപമുണ്ട്. അതെ, രൂപം മനസ്സുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്നെ പറഞ്ഞില്ലേ ഡഫേദാർ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഡഫേദാറിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് ആ ചിത്രം ആദ്യത്തെ സ്ഥാനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് വല്ലാർപാടം പള്ളി. നമ്മൾ പോകുന്ന വഴിക്ക് വല്ലാർപാട് പോകുന്ന വഴിക്ക് അവിടെ ആൻഡപ്പൻ ബോൾഗാട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം സിനിമയിൽ ഗുണ്ടയുടെ റോളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഇടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൈററ്റ് ലുക്കാണ്, ഒരു ഹോളിവുഡ് സ്റ്റാർ ലുക്കൊക്കെ, സായിപ്പിന്റെ ലുക്കൊക്കെ. ഏത് സിനിമയിലായിരുന്നു? ഏത് സിനിമയെന്നും പറയാൻ പറ്റില്ല. ഏത് സിനിമയിലും കാണും. കൃത്യമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. എല്ലാ സിനിമയിലും ഒരേ ഭാവമാണ് അദ്ദേഹത്തിന്റെ മുഖത്തിന്. ഒരു അല്ല, മുഖത്തിന് വലിയ അഭിനയത്തിന് വലിയ വ്യത്യാസം, പക്ഷെ ബാക്കിൽ നിൽക്കാറുണ്ട് അവിടെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അദ്ദേഹം സാധാരണ ഞാൻ ചിരിപ്പിക്കാൻ നടക്കുന്ന ഒരാളാണ്, പക്ഷെ എന്നെ ചിരിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ ഫാമിലിയായിട്ട് പോലും ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ അവിടെ കിടക്കും. എന്നെ വിടാറില്ല പുള്ളി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. കാരണം അത് ഒരു ശരിക്കും പറഞ്ഞാൽ അതെ, അദ്ദേഹം ഒരു കട നടത്തുന്നുണ്ട് അവിടെ. അദ്ദേഹത്തിന്റെ ഭാര്യ പാചകം ചെയ്ത മനോഹരമായ ഭക്ഷണം കഴിക്കാം. സീ ഫുഡാണ്. ചായ വേണ്ട എനിക്ക്, ഞാൻ ഊണ് കഴിക്കണല്ലേ. സത്യം പറഞ്ഞാൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. ഞാനിങ്ങനെ വിശന്ന് ഒരു വഴിയായിട്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ? ഗംഭീരമായിട്ടില്ലേ? ഇനി എനിക്കൊന്നും പറയില്ല, ഞാൻ കഴിക്കാൻ പോവാം. സമയം കൃത്യം 2 മണിയായി. ഇനി എന്നെ കൊണ്ടൊന്നും പറയുന്നത് കരുത്. എനിക്ക് വിശക്കുന്നു. കഴിച്ചോട്ടെ പ്ലീസ്, കമാൺ. വേണമെങ്കിൽ ഞങ്ങൾ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നു. ലോകത്തിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലും ഈ സംതൃപ്തി കിട്ടില്ല. കാരണം ഈ ഒരു ആംബിയൻസും ഇവിടുത്തെ ആൻഡപ്പൻ ചേട്ടന്റെ വൈഫ് ഉണ്ടാക്കുന്ന കാര്യമാണ്, ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. മോനും മക്കളും ഒരു കുടുംബമാണ്. കുടുംബത്തിന്റെ ഒരു രുചി എന്ന് പറഞ്ഞൊരു പ്രത്യേകതയാണ്. അപ്പോൾ എനിക്ക് കറി വെക്കാൻ അറിയാം, പക്ഷെ ഞാനൊന്നും ചെയ്യാറില്ല. ഇപ്പൊ ആൻഡപ്പൻ ചേട്ടൻ തന്നെ ഇവിടെ നിന്ന് മീനെ പിടിക്കും. കുറെ മീൻ എന്റെ വീട്ടിൽ കൊണ്ടു തരാറുണ്ട്. അതൊക്കെ തരും. ഇവിടെ കറി വെക്കുമ്പോൾ കാശും തരാറുണ്ട്. കാശ് വേണ്ടെന്ന് പറഞ്ഞാൽ കാശും തരാറുണ്ട്. ഞാൻ വേണ്ട രീതി എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാവൂല, ഞാൻ പറ്റൂലെന്ന് പറയും. ഇപ്പോഴും കൂടി കഴിഞ്ഞ ആഴ്ച കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞ് കാശ് വാങ്ങിക്കാൻ പറ്റൂല. രൂപയായിരുന്നു ടിനി ഷൂട്ടിങ്ങിന് പാലക്കാടേക്ക് പോയി. അപ്പം ഞാനോട് ടിനിയുടെ വൈഫ് രൂപ കേട്ടെന്നല്ല, എൻ്റെ ഒരു സ്വന്തം പെങ്ങളെ പോലെ അത്ര ഇഷ്ടമാണ്. മക്കളല്ല, എൻ്റെ സ്വന്തം ചേട്ടൻ അങ്ങനെ കാണണം. അതുവരെ ഒരുമിച്ച് ഒരുപാട് വർക്ക് പോയിട്ടുള്ളതാണ്. ഈ ട്രൂപ്പിലും എല്ലാ സ്റ്റേറ്റിലൊക്കെ കയറിയിട്ടുള്ള കുറേ വർക്കും സിനിമയിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ജീവനാണ് ടിന്നിന്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രൂപ പറഞ്ഞ കയറിയില്ല, എൻ്റെ ചായ കൂടി. അപ്പോൾ ഞാൻ ടിന്നൊന്ന് വിളിച്ച് പറയാണ്ട്, അപ്പം ചേട്ടൻ 12 പറയാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പോകണം. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കട്ടെ. ആൻഡപ്പൻ ഇത് 1 മണിക്കൂറുള്ളൂ, അതുകൊണ്ട് പറഞ്ഞു തീർത്തിട്ടുണ്ടെങ്കിൽ 2 എപ്പിസോഡ് പോകും. അപ്പോൾ പറയാം. അപ്പോൾ ആ ഒരു രുചി എനിക്കൊരു സ്ഥലത്തും കിട്ടാറില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ രുചിയാണ് എനിക്ക് ആൻഡപ്പൻ ചേട്ടൻ്റെ അടുത്ത് കഴിക്കുമ്പോൾ പാട്ട് കേൾക്കാം, മിമിക്രി കാണാം. അതിൻ്റെ ഒപ്പം ഇതുപോലെ തന്നെ ചിരിച്ച് മണ്ണല്ല ചോറ് കപ്പം. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത.
ചേട്ടാ ഭക്ഷണം ഗംഭീരമായി. പക്ഷെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ടിനി ചേട്ടൻ പറഞ്ഞു ചേട്ടന്റെ പാചകം മാത്രമല്ല സത്യത്തിൽ ഇവിടെ എല്ലാവരും ചേട്ടന്റെ പാചകം കേൾക്കാനും കൂടിയാണ് വരുന്നത്. സത്യമാണ്. പാട്ട് പാടി കൊടുക്കും, മിമിക്രി പറഞ്ഞു കൊടുക്കും, ഡാൻസ് ചെയ്ത് കാണിക്കും. അങ്ങനെ ആരും ചെയ്യില്ല. പക്ഷെ ഡാൻസ് ഉണ്ട്. ഡാൻസ്, മിമിക്രി, നടന്മാരുടെ പഴയ പോലെ നടന്മാരുടെ സൗണ്ടുകള്, പ്രത്യേകിച്ച് നസീറിന്റെ സൗണ്ട് എല്ലാവർക്കും ഭയങ്കര ജയൻ. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോ ആൾക്കാര് ഇവിടെ വന്നിരുന്ന ഭക്ഷണം 20 പ്രാവശ്യം വന്നവരും പിന്നെയും വരും. ഇപ്പൊ ഇതൊക്കെ തന്നെ തൊട്ടപ്പുറത്ത് വരുന്ന താജ് റെസിഡൻസിലുണ്ട്. അതായത് പാട്ടും ഉണ്ട്, ബാൻഡ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ 50,000 കൊടുക്കേണ്ടി വരും. ഇവിടെ ആകുമ്പോ ഒരു 500 രൂപ 500 രൂപ 1000 രൂപയൊക്കെ എന്റെ പോക്കറ്റ് ഇട്ട് വരും. അപ്പൊ ഞാൻ പറയും വേണ്ട ചേട്ടാ, എനിക്ക് ദൈവം തന്ന കഴിവാണ്, എനിക്ക് മിമിക്രിയൊന്നും അറിയാൻ പാടില്ല. സത്യത്തിന് അല്ല, ഞാൻ ടിനി ചേട്ടനോട് കാര്യം ചോദിച്ചേ, ടിനി ചേട്ടന്റെ ദൈവം തന്ന കഴിവിനൊന്നും ടിനി ചേട്ടൻ കാശ് മേടിക്കാറില്ലേ? ഇദ്ദേഹം വേറെ പരിപാടി ഉണ്ട്, അത് ഇവിടെയാണ് മേടിക്കാത്തത്. ഇവര് പ്രോഗ്രാമിനും പോകാറുണ്ട്. പോണ കാശ് വാങ്ങിക്കും. 4000 രൂപ 3000 രൂപ എന്തായാലും ലസ് കിട്ടും. 3 രൂപ 4 രൂപ പറഞ്ഞു പോയിട്ട് പോലെ എനിക്ക് 5000 രൂപ എടുത്ത് തന്നിട്ടുണ്ട്. അല്ല, പുള്ളിയുടെ പാർട്ണറെ കാണണോ? അതായത് എന്റെ പിൻഗാമി ഇങ്ങോട്ടോ നടുക്കോടാ യുവൻ രാജ്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് മുമ്പ് പഠിച്ചുള്ളത്, യുവൻ രാജ്. അപ്പൊ ഇവർ രണ്ടും കൂടെ മിമിക്രി വന്ന് ഓർത്തേക്ക് കോമ്പിനേഷൻ ഓർത്തേക്ക് ഈ കോമ്പിനേഷൻ. ആൻഡപ്പൻ ചേട്ടന്റെ കലാപരിപാടിക്ക് മുമ്പ് നമുക്ക് ഇവന്റെ 2-3 പരിപാടി യുവൻ രാജ്. അപ്പൊ യുവൻ രാജിന്റെ ഷീലാമയുടെ സൗണ്ട് എടുക്കും. ഷീലാമ. യുവൻ രാജിന്റെ ആദ്യത്തെ ശബ്ദം ഷീലാമ. എന്റെ മാത്തുട്ടി ചായ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ വരില്ലായിരുന്നു. ജോസ് മോൻ പറഞ്ഞു അമ്മയ്ക്ക് കൊളസ്ട്രോൾ ആണ്, എങ്കിൽ അങ്ങനെ അവസ്ഥ പറ്റിയില്ല. അടുത്തത് ബിന്ദു പണിക്കർ. എടാ സുശീല, നിനക്കൊരു കാര്യം അറിയുമോ? 10ാം ക്ലാസ്സിൽ വെച്ച് എല്ലാത്തിലും ഫസ്റ്റ് ആയിരുന്നു. പക്ഷെ 10ാം ക്ലാസ്സിൽ തന്നെ SLCക്കോ എല്ലാത്തിലും പൊട്ടി. അതെന്താ? അവറ്റകൾക്കൊന്നും സ്നേഹമില്ലല്ലോ. അപ്പം ഫീമെയിൽ വോയിസ് എല്ലാം എടുക്കുന്ന ഇവരാണ്. അമ്മിണിക്കുട്ടി മണ്ടിപ്പെണ്ണെ ഒന്ന് ചിരിച്ച് അങ്ങനെയല്ല ഇങ്ങനെ നീ ഒന്ന് അടിച്ചു, ഞാൻ ക്ഷമിച്ചു. നീ രണ്ടാമതും അടിച്ചു, ഞാൻ ക്ഷമിച്ചു. അടിച്ചാൽ കൗലമ്മയാണ് സത്യം, ശീല അങ്ങോട്ട് മാറിക്കോ, അടിച്ചും. അപ്പൊ ഇനി അടുത്ത് എടുക്കുന്നത് മമ്മൂക്കയാണ്. മമ്മൂക്കന് ഭയങ്കര ഇഷ്ടമാണ്. ചെന്തൂരെ തോട്ടിക്കാൻ അവിടെ മക്കളെ മേലെടുത്തിലാവുന്ന ശരി ഒന്ന് പോടാ. അപ്പൊ ഇത് കിടക്കട്ടെ, അതെനിക്ക് ഇപ്പൊ അത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി അടുത്ത് ചെയ്യുന്നത് ഇന്ദ്രൻസ്. അവൻ തന്നെയല്ലേ ഇവൻ, അപ്പൊ ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ ബൈജു, തിരുവനന്തപുരം ബൈജു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. സൗദാമിനി, എടീ നിന്നെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ സാധ്യമല്ല. ചേട്ടന്റെ കടയിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് വയറും മനസ്സും നിറച്ച് ഇനി പോകുന്നത് വല്ലാർപാടം പള്ളിയിലേക്ക്. ടിനി ചേട്ടാ, എന്താണ് ഈ പള്ളിയുടെ പ്രത്യേകത? നമ്മളെ എന്തുകൊണ്ടാണ് ഈ വല്ലാർപാടം പള്ളിയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചത്? വല്ലാർപാടം പള്ളിയുടെ പ്രത്യേകത പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. നീ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, കാരണം അത്രയ്ക്ക് ശക്തിയുള്ളൊരു പള്ളിയാണ്. അങ്ങനെയല്ല, പക്ഷേ ആരെങ്കിലും ഒക്കെ കാണാൻ അറിയാൻ വയ്യാത്. അത് കൃത്യമായിട്ടുള്ള ഒരു ചരിത്രം എന്താണെന്നുള്ളത് ഞാൻ കപ്പിയാറുണ്ട്. റോയ് എന്ന് പറഞ്ഞ കപ്പിയാറുണ്ട്, അദ്ദേഹത്തിനെ കണ്ടിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു തരാം. പിന്നെ ഇവിടെ ഒരുപാട് സിനിമയുമായി ബന്ധപ്പെട്ടവരും അല്ലാത്തവരെല്ലാം ഇവിടെ വന്നിട്ട് സ്ക്രിപ്റ്റ് വെഞ്ചിരിക്കുക, പ്രാർത്ഥിക്കുക, സിനിമയുടെ ആദ്യത്തെ ഷോട്ട് വെക്കുക. പല സിനിമയുടെ ഷോട്ടുകൾ ഇവിടെ തുടങ്ങുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. പ്രത്യേകിച്ച് സിദ്ദിഖ് ലാലിന്റെ, ലാലേട്ടന്റെ ഒക്കെ പടങ്ങളും അങ്ങനെയുള്ള പടങ്ങളൊക്കെ കൂടുതൽ ഇവിടെ. ചൂലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ചേട്ടാ, അത് ഇവിടെ ഒരു നേർച്ചയാണ്. ആ ചൂലെടുത്തിട്ടാണ് ഇവിടെ അടിക്കുന്നത്. അതൊരു നേർച്ചയാണ്, അടിമ കഴിക്കണം എന്ന് പറയും. അപ്പൊ അതിവിടെ എല്ലാവരും ഇങ്ങനെ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ പ്രധാന കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്ത് തന്നെയാണ്, ഇവിടുത്തെ കപ്പിയാരാണ്. എനിക്ക് തളർച്ച വരുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവാം.
യഥാർത്ഥത്തിൽ വളരെ വിരളമായിട്ട് ഈ എറണാകുളത്ത് കാണാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് എറണാകുളത്ത് ഈ മുന്തിരി ഇത് നട്ടത് ആരാണെന്നാണ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ അടുത്ത സുഹൃത്തായ ഒരു കപ്പിയാരുണ്ട്, റോയ് എന്നാണ് പേര്. അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹം നട്ട് വളർത്തിയതാണ്. എങ്കിൽ എനിക്കും കൂടെ ഒരെണ്ണം പറിച്ചു തന്നൂടെ? ആ നിനക്ക് ഏണി വേണ്ടി വരും. എന്താണ്ട് ഇത്രയും ഉയരത്തിൽ വെച്ചേക്കണം, അതുകൊണ്ടാണ് നിന്നെ പോലുള്ളവർ വന്നിട്ട് പറിച്ചുകൊണ്ട് പോകും. വിഷാംശമില്ലാത്ത മുന്തിരിയായിരിക്കും ഇത്. ഇന്ത്യയിൽ കിട്ടൂല ഇത്രയും വിഷമില്ലാത്ത, അല്ലേ? മുന്തിരി കലക്കി. അല്ല ചേട്ടാ, ഈ മുന്തിരി എങ്ങനെയാ ഇവിടെ വളരുന്നത്? നീയേ വന്നപ്പോ ഈ കൃഷിയുടെ പരിപാടി അല്ലത്. എന്റെ സുഹൃത്താണ് എന്നെ കുറിച്ച് പുകഴ്ത്തണോന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വന്നതാ. എന്നിട്ട് മുന്തിരി എങ്ങനെ എന്നാലും നമ്മള് ഒന്ന് ചോദിക്കണമല്ലോ. അതും പൊക്കത്തിൽ നിൽക്കുന്ന ഒരു സാധനമാണല്ലോ. ഇതിന് എന്ത് വളമാണ് അച്ചേടുന്നേ? ഇത് വെറുതെ ചാണകപ്പൊടി അത് ഇതൊക്കെ ഇടുള്ളൂ. മീത്തിന്റെ വെള്ളം, ചാളയുടെ തല, ചാളയുടെ തല. അതാണ് ഏറ്റവും വലിയ കോമ്പി. ചാളത്തലയാണ് ഇടുന്നത്. ചാളത്തലയാണോ ഇതിനിടുന്നത്? നോൺ വെജിറ്റേറിയൻ ചെടിയാണ്. ആരെങ്കിലും വിചാരിച്ചു ചാളത്തലേക്ക് മുന്തിരിക്ക് വളമായിട്ട് ഇടാൻ പറ്റുമെന്ന് കാര്യം? ഇവിടെ വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ട് ചേട്ടാ? ഓറഞ്ച്. അല്ല, ഞാൻ എന്താ വിളിക്കുന്നത്, അച്ഛനാണോ ചേട്ടാ? കപ്പ്യാരാണ്. അപ്പൊ കപ്പ്യാരെന്ന് വിളിച്ചോ. കപ്പ്യാരി ചേട്ടാ. അപ്പൊ ഇതിനകത്ത് വേറെ എന്തൊക്കെയുണ്ട്? കപ്പ്യാരി ചേട്ടാ വേണ്ട, കപ്പ്യാരി അങ്ങനെ മതിയല്ലേ? അച്ഛൻ ചേട്ടാ. ഓറഞ്ച് ഉണ്ട്, ചെമ്പകമുണ്ട്, പിന്നെ ചെമ്പരത്തി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ചെമ്പകം ഉണ്ട്. ചെമ്പരത്തി നിനക്ക് വേണ്ടിയാണ് പ്രത്യേകം ഉണ്ടാക്കിയത്. ഇവിടെ നിന്ന് പോകുമ്പോ ചെവിയിൽ വെച്ച് ഒരു കുട്ടി ഏതൻ തോട്ടം തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? കുട്ടി അതൊന്നും തന്നെയുണ്ട്. വല്ലാർപാടം പള്ളിയുടെ ഒരു പ്രധാന ഭാഗമാണത്. ഒരുപാട് പേര് ഈ കുർബാനയൊക്കെ നടക്കുമ്പോൾ വെള്ളിയാഴ്ചകളിൽ അല്ലെങ്കിൽ മാതാവിൻ്റെ ദിവസമൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കാണാം, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണാം. ഇങ്ങോട്ട് നോക്കിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് പോർച്ചുഗീസുകാരുടെ ഒരു പെയിൻറ്റിങ്ങാണ്, പോർച്ചുഗീസുകാർ ചെയ്ത പെയിൻറ്റിങ്ങാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രവേശനം ആർക്കും കൊടുക്കാറില്ല. എനിക്ക് എൻ്റെ കുടുംബത്തിനും ഇവിടെ ഒരു പ്രവേശനം കിട്ടാറുണ്ട്. ഇവിടെ ഞാൻ ആരുമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ലാലു ലക്സിന് ഇവിടെ പ്രവേശനം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ പ്രവേശനം കൊടുക്കുമായിരിക്കും, ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ. തിരിച്ചേട്ടന് കിട്ടുന്ന ആ ഒരു എക്സ്ട്രാ കെയർ നമുക്കും കൂടെ കിട്ടി. എനിക്ക് ഇതിനകത്ത് കയറാൻ ഒരു ചെറിയ ഭാഗ്യം കിട്ടി. അതെ അതെ. അപ്പോൾ ഇതിനെക്കുറിച്ച്, ചരിത്രത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പള്ളിയുടെ സെക്രട്ടറി ഉണ്ട്, സാബി. എന്താണ് ഈ യഥാർത്ഥത്തിൽ ഈ മതത്തിനും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനൊക്കെ വേണ്ടി നമ്മൾ വെട്ടി കീറി മരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പണ്ടത്തെ കാലത്ത് ഒരുമിച്ചായിരുന്നു ഈ ജാതി മതമൊക്കെ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ചരിത്രമാണ് ഇവിടെ പറയാനുള്ളത്. മീനാക്ഷി അമ്മ അല്ലേ, എന്താണ് ആ ചരിത്രം എന്ന്? 1764 നമ്മുടെ മീനാക്ഷി അമ്മ നമ്മളെ തൊട്ട് ഇവിടുന്ന് ഒരു 50 മീറ്റർ അപ്പുറത്തേക്കുള്ള വീടാണ്. ഇപ്പോഴും അവരുടെ തറവാട് നിലവിൽ നിൽക്കുന്നുണ്ട്. അവരുടെ ഫാമിലി അംഗങ്ങൾ ഒരു സമയത്ത് നമ്മുടെ മാതാവിൻ്റെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തിയത്. അപ്പോൾ ചരിത്രത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അന്ന് മട്ടാഞ്ചേരി പഴയന്നൂർ ദേവീക്ഷേത്രം, ഇന്ന് പഴയന്നൂർ ദേവീക്ഷേത്രം ഉണ്ട് അവിടെ ഇവിടുന്ന് വഞ്ചിക്കാണ് പോയിരുന്നത് വെച്ചത്. ഇവർ ആ ഒരു പുള്ളിയുടെ മീനാക്ഷി നമ്മുടെ കുട്ടിക്ക് ചോറൂണിന് വേണ്ടി അവർ വഞ്ചിക്ക് ഇവിടെ നിന്ന് പോയിക്കുന്ന സമയത്ത് പകുതി എത്തിയപ്പോൾ കൊച്ചിക്കായലിൻ്റെ മധ്യഭാഗത്ത് എത്തിയപ്പോൾ കാറ്റും കോളും വന്നു വഞ്ചി മറിഞ്ഞ് കഴിഞ്ഞു. ഇതിൽ നിന്ന് വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന തുഴക്കാരും യാത്രക്കാരും മീനാക്ഷിയമ്മയും കുഞ്ഞും വഞ്ചിയപടത്തിൽ നിന്നും മറിഞ്ഞ് വെള്ളത്തിൽ പോയിട്ട് ഇവിടെ ആൾക്കാർ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. വലിയ കൊച്ചി തുറമുഖത്തിൻ്റെ വാതിക്കൽ വരുന്ന ഏറ്റവും ഇറക്കം അനുസരിച്ച് പിന്നെ ആ ബോഡി നോക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം പിന്നെ നോക്കണ പോലെ ചേർത്തലയിലോ അറുത്തങ്ങ അവിടെയൊക്കെ ആയിരിക്കും. പക്ഷേ ആളുകൾ ആദ്യത്തെ ദിവസത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ആകാംക്ഷഭരിതരായിട്ട് ജനങ്ങൾ കൂടിയിരുന്നു. രണ്ടാമത്തെ ദിവസം നിന്നു, മൂന്നാമത്തെ ദിവസം പോയിരുന്നു. പക്ഷേ ദിവസം ഓരോ ദിവസം കഴിയും തോറും മേടയിലിരിക്കുന്ന അച്ഛന്, അന്ന് മിഗുൽ കൊറേ എന്ന് പറഞ്ഞ അച്ഛനായിരുന്നു അന്ന് വല്ലാർപാടം പള്ളിയിലെ വികാരി. ആ അച്ഛനെ എപ്പോഴും ദർശനം ഉണ്ടാവും. കാര്യം വഞ്ചിയാപാടം നടന്ന രാത്രി അദ്ദേഹത്തിന് ദർശനം ഉണ്ടായിരുന്നു. എനിക്ക് ഇന്നുമാരും ദർശനം കിട്ടുന്നുണ്ട്. വഞ്ചിയാപാടത്തിൽ 3 ദിവസം മുമ്പ് വഞ്ചിയാപാടത്തിൽപ്പെട്ട കാവ് എന്നറിയപ്പെടുന്ന മീനാക്ഷി അമ്മയും കുഞ്ഞും ജീവനോടെ വെള്ളത്തിൽ കിടക്കുന്നു എന്നൊരു ദർശനം സ്വപ്നത്തിലൂടെ എനിക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് അച്ഛൻ കുർബാന സമയത്ത് പറഞ്ഞു, അവസാന സമയത്ത് പറഞ്ഞു. അപ്പോൾ നാട്ടുകാർ അന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, വഞ്ചിയും വെള്ളമൊക്കെ എടുത്ത ആൾക്കാർ അച്ഛനൊപ്പം നമ്മളെ കൊടിമരത്തിൻ്റെ മുമ്പ് വശത്ത് എന്ന ഭാഗത്ത് നിന്ന് വഞ്ചിയും വെള്ളമൊക്കെ ഇട്ട് ഇറങ്ങി അങ്ങനെ വലയിട്ട് സംഗതി കഴിഞ്ഞപ്പോൾ ഒരു വലയിൽ വളരെ ഭയങ്കര ഭാരം. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അത് പൊക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ മീനാക്ഷിയമ്മയും കുഞ്ഞും ജീവനോടെ ഇരിക്കുന്നു. ഈ ഒരു ചിത്രമാണ് നമ്മുടെ മേഡറുടെ മുമ്പശത്ത് അതിൻ്റെ ആക്രലേക്കിൽ വാട്ടർ ഇതിൽ നിന്ന് എടുത്തിരിക്കുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ പെട്ടെന്ന് ഡഫേദാറിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ ചാടി ഇറങ്ങിയതാണ്. ചേട്ടാ, ഇവിടെ ഈ പോസ്റ്ററിൽ ചേട്ടന്റെ മുഖം ഇങ്ങനെ കാണുമ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത്? യഥാർത്ഥത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കും, സെന്റ് ആൽബർട്സിൽ പഠിക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് വരുന്ന വഴിയാണ്. തൂശം എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഫുൾ കാടായിരുന്നു. അപ്പോൾ കാലത്തെ വരിക, അമ്മ കേൾക്കണ്ടാവും എന്നാലും പറയാം, കാലത്ത് വരിക ചോറും പാത്രം ഉണ്ടാവും,
അന്ന് ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇരിക്കും. ഫുള്ള് കാടായിരുന്നു ഇവിടെ. ഇതിൻ്റെ അപ്പുറമായിരുന്നു ബോൾഗാട്ടി എന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ടൂർ പോലെ ആയിരുന്നു സ്കൂളിൽ വന്നത്. എന്നിട്ട് ഉടനെ ബോട്ട് കയറി അപ്പുറത്ത് ബോൾഗാട്ടി പോവും. അവിടെ അടിച്ചു പൊളിച്ച് തകർത്തിട്ട് ഇതൊന്നും കേട്ട് ഇപ്പോഴത്തെ പിള്ളേർ പഠിക്കരുത് കേട്ടോ. പക്ഷെ ആ വഴി പോകുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ വഴിയിൽ ഞാൻ നടന്ന വഴിയിൽ എൻ്റെ ഒരു പോസ്റ്റർ വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചോ ഈ ഒരു സ്ഥലത്ത് എന്റെ പോസ്റ്റർ വരുമെന്ന്? ഇതിപ്പോ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് അല്ലേ? ഇത് വലിയ വലിയ സ്റ്റാർസിനൊന്നും വലിയ കാര്യമായിരിക്കില്ല. പക്ഷെ എന്നെ പോലുള്ളവർക്ക് ടിനി ടോമിൻ്റെ ഒരു സ്വർഗ്ഗരാജ്യമാണ്, ചെറിയൊരു സ്വർഗ്ഗരാജ്യമാണ് ഇതൊക്കെ. കാരണം നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നന്ദി ജനങ്ങളോടും ദൈവത്തിനോടും. അപ്പൊ നമ്മൾ അടുത്തത് അപ്പൊ എവിടെ നിന്നാണ് ക്ലാസ് കട്ട് ചെയ്ത് വരുന്നതെന്നുള്ള കാണിക്കുക. ആ സ്കൂളാണ്. ആ സ്കൂളിന് ഒരു പ്രത്യേകതയുണ്ട്. സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്കൂളാണ് സെയിന്റ് ആൽബർട്ട് സ്കൂൾ. സെയിന്റ് ആൽബർട്ട് സ്കൂളിലേക്ക് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട്. നമ്മൾ പഠിച്ചിരുന്ന സ്കൂളിൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ പഠിച്ച ക്ലാസ് റൂം, അവിടുത്തെ പല പല ഓർമ്മകൾ, പല പല കാര്യങ്ങൾ, പണ്ട് ചെയ്ത കാര്യങ്ങൾ, പണ്ട് പഠിച്ച പുസ്തകങ്ങൾ, പണ്ട് അടിച്ച ടീച്ചേഴ്സ്, പിന്നെ അതുപോലെ ഗ്രൗണ്ട് കളിച്ച് നടന്നിരുന്ന പ്രായം. ഹലോ, ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, ഞാൻ പറയാം. ഞാൻ അയവിറക്കാം. ഞാൻ ചേട്ടന് വേണ്ടി അയവിറക്കി തുടങ്ങിയതാ. ഇത് കൊച്ചിയുടെ സെൻട്രൽ ഹാർട്ടിലുള്ള ഒരു സ്കൂളാണ് സെയിന്റ് ആൽബർട്ട്സ് സ്കൂൾ. ഇവിടെയാണ് എൻ്റെ 8, 9, 10. യഥാർത്ഥത്തിൽ ഇവിടെ ഏത് ക്ലാസ് റൂം ആയിരുന്നു ചേട്ടൻ? ഈ ക്ലാസ് റൂം അവിടെയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, അത് ഈ സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഇറങ്ങിയ ഒപ്പത്തിൽ ഉൾപ്പെടെയുണ്ട്. എല്ലാ സിനിമകളിലും കോടതിയായിട്ട് എടുക്കുന്നത് ഇവിടെ ആയിരിക്കും. ഞാൻ ആദ്യമായിട്ട് ലാലേട്ടനെ, മോഹൻലാലിനെ കണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കണ്ടുവന്നു സുന്ദരനായ ഒരു മോഹൻലാൽ. അപ്പം ഞാൻ എൻ്റെ ക്ലാസ് റൂമിലേക്ക് ഞാൻ കൊണ്ടുപോകാം. ഇവിടെ അടുത്ത് തന്നെയാണ്, അങ്ങോട്ട് പോവാം. അപ്പം ഞാൻ കളിച്ച മുറ്റങ്ങളും കുഞ്ഞായിരുന്ന സമയത്ത്, ഇച്ചിരി ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെ അത്ര 8 പഠിക്കുമ്പോൾ കുറച്ച് വലുതായിരുന്ന സമയത്ത്, ആ സമയത്ത് പഠിച്ചിരുന്ന ക്ലാസ് റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ക്ലാസ് റൂം. ഇത് അടച്ചിട്ടേക്കാണ്, തൽക്കാലത്തേക്കും അടച്ചിട്ടേക്കാണ്. എന്താ അടച്ചിട്ട് എന്താണത്? തീരും. തീരും. 3 മണിക്ക് ക്ലാസ് തീർന്ന് അപ്പം തന്നെ അടയ്ക്കും. ആടാ പറഞ്ഞ അപ്പം തന്നെ അനുസരിക്കുന്നവർ ആൽബർട്ട്സിലെ പിള്ളേർ അല്ലേ? ഇനി ഒന്നിനൊന്ന് സൗണ്ട് ഉണ്ടാക്കി. അപ്പൊ ഇവിടെ ഇതുപോലുള്ള ശബ്ദം ഉണ്ടാക്കുന്നവരായിരുന്നു ഇവരുടെയൊക്കെ ചേട്ടന്മാരായ. അതെ, ഒരു കാലത്ത് ഇതുപോലെ ശബ്ദം ഉണ്ടാക്കി തല്ലിപ്പൊളിയായിട്ട് നടന്നിരുന്ന ആളാണിത്. ടിനി ചേട്ടനെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആരെങ്കിലും? എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചേഴ്സും ബാക്കിയായിട്ടില്ല ഇവിടെ. ഇതെല്ലാം പുതിയ മലരുകളാണ്, പ്രേമത്തിലെ പുതിയ ടീച്ചേഴ്സാണ് മലര്. അപ്പൊ ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഈ സ്റ്റാഫ് റൂമിലേക്ക് ടീച്ചേഴ്സ് വിളിപ്പിക്കുമായിരുന്നോ? ഇത് ശരിക്കും സ്റ്റാഫ് റൂം. ഞാൻ പഠിക്കുമ്പോൾ സ്റ്റാഫ് റൂം അല്ല, പിന്നെ ഇതൊരു ക്ലാസ് റൂമായിരുന്നു. ഈ സ്കൂളിൽ പഠിക്കുന്നവരുടെ ഏറ്റവും വലിയ സ്വപ്നം അന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ പോകണമെന്ന്. കാരണം ഇവിടത്തെക്കാൾ സ്വർഗമാണ് അവിടെ. അതെയോ? അപ്പൊ നമ്മൾ ഈ കണ്ടൊന്നുമല്ല. ഇത് ഇവിടെ അത്രക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നമുക്ക് കേരളം ഭരിക്കാം എന്നുള്ള ചിന്തയായിരുന്നു. കാരണം ഈ റോഡും ആ കോളേജും ഇത്രയും ഏരിയ ആൽബർട്ട്സിന്റെ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ സെയിന്റ് ആൽബർട്ട്സ് കോളേജ്.
ഞങ്ങളിവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ കൊതിയോടെ നോക്കുമായിരുന്നു നമ്മൾ എന്നാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ഇത്രയൊക്കെയുള്ള സ്വപ്നങ്ങൾ എന്നായിരിക്കും അവിടെ ചേരുന്നത്. ഇവിടുന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ നേരെ അങ്ങോട്ടായിരുന്നു. ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി. ഇനി നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയാലോ? എനിക്കിങ്ങനെ എക്സൈറ്റ്മെന്റ് സഹിക്കാൻ വയ്യ. ഓക്കെ. ഇതാണ് ആൽബർട്ട്സിന്റെ പ്രധാന കവാടം. ആ കവാടം നമ്മൾ കടന്നിരിക്കുകയാണ്. ഇവിടെ ഇത് യഥാർത്ഥത്തിൽ ഒരു സ്വർഗ്ഗലോകം എന്നൊക്കെ പറയില്ല, ഞങ്ങളുടെ സ്വർഗ്ഗലോകമായിരുന്നു. ഇപ്പോൾ പെൺകുട്ടികൾ മിക്സ്ഡായി. ഞങ്ങളന്ന് സമരം ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കലും മിക്സ്ഡ് ആക്കരുതെന്ന് പറഞ്ഞായിരുന്നു. ആക്ച്വലി പെൺകുട്ടികൾ ഉള്ളപ്പോഴല്ലേ സ്വർഗ്ഗലോകം. അല്ല, പെൺകുട്ടികൾ വേണ്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഇവിടെ തോന്നിവാസങ്ങൾ മാത്രമായിരുന്നു ഞങ്ങൾ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കേൾക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഈ മെൻസ് ഉള്ളി കോളേജ് എങ്ങനെയെങ്കിലും മിക്സ്ഡ് ആക്കണേ എന്ന് പറഞ്ഞായിരിക്കും അവർ സമരം ചെയ്യുന്നത്. ഇത് നേരെ തിരിച്ചാണ്. അതെ, പക്ഷേ ഞങ്ങൾ പോയതിന് ശേഷം ഞങ്ങൾ ഏറ്റവും വേദനിച്ചത് അതാണ്, സഹോദരിമാർ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ സന്തോഷമുള്ളൂ, അവർക്ക് ഡിഗ്രി എടുക്കട്ടെ. പക്ഷേ ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുക, സെയിൻറ്റ് ഡ്രസ്സസിൻ്റെ കുട്ടികളിങ്ങനെ പോകും ബസ്സിൽ, അവരെ കളിയാക്കുക, അതായിരുന്നു. ഇവിടെ പെൺപിള്ളേർ വന്നാൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനും, അതായത് ഇവിടെ ഫസ്റ്റ് PDC റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഞാൻ ജയിച്ചതിന് ശേഷം പിന്നെ എല്ലാ കേസിലും നമ്മൾ ഇടപെടുമായിരുന്നു. അപ്പോൾ സമരത്തിനാണെങ്കിലും ഇതിനാണെങ്കിലും നേതാവാണ്. അപ്പോൾ എല്ലാ ദിവസവും ഓരോ കേസുകളുണ്ടാവും. അങ്ങനെ ഒരു ഇവിടുത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടുത്തെ ഒരു ദഫേദാറായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസിൻ്റെ അലൂമിനി അസോസിയേഷൻ്റെ സെക്രട്ടറി ആണല്ലോ നീ. വളരെ സജീവമായിട്ട്, അതായത് എനിക്കൊക്കെ ഇല്ലില്ല, ഞാൻ നേരെ ജൂനിയറാണ്. ഞാൻ ടിനി സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിലേക്ക് വരികയാണ്. ചേട്ടൻ ഞങ്ങൾ ആകെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ദഫേദാറായിരുന്നു, ഇവിടുത്തെ ദഫേദാറായിരുന്നു. പണ്ട് ഞാനൊക്കെ വന്ന സമയത്ത് സത്യമായിട്ടും ഒരു പ്രത്യേക ഒരു ക്യാമ്പസ് ലൈനായിരുന്നു. അവിടെ ഒരു അന്തരീക്ഷം ഒത്തിരി കലുഷിതമായിരുന്നല്ലേ. ഇതിന്റെ ഫ്രണ്ടിലുള്ള ഞങ്ങൾക്ക് ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല ആൽബർട്ട്സിന്. അപ്പൊ ഗ്രൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ ഫുള്ള് തടഞ്ഞ്, റോഡ് മുഴുവൻ തടഞ്ഞിട്ട് ഫുട്ബോൾ, ക്രിക്കറ്റ്, ചീട്ടുകളി മൊത്തം മുഴുവൻ തടഞ്ഞു. പോലീസുകാരൊന്നും വന്നിട്ട് ഞങ്ങൾ മാറിയിട്ടില്ല. ഞങ്ങൾക്ക് പക്ഷേ ആ ഗ്രൗണ്ട് ഞങ്ങൾക്ക് കിട്ടി. എവിടെ നിന്ന് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിലുള്ള സ്ഥലമാണ്. പക്ഷെ മെട്രോ വന്നപ്പോൾ അത് എടുത്ത് പോകുന്നെങ്കിൽ നമുക്ക് തിരിച്ചത് നമ്മുടെ തന്നിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും സമരം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. അതിനെ ഞങ്ങളൊരു ഓൾ സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിൽ ഒരു ഫുട്ബോൾ മാച്ച് നടത്തി. അതും ടിനി, അന്ന് സജീവമായിട്ട് ടിനിയുടെ പ്രസൻസ് അതിൻ്റെ അത് ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് പ്രശസ്തമായ മഹാരാജാസ് കോളേജ്. അല്ല, അവിടുന്ന് ആൽബർട്ട്സിൽ നിന്ന് സമരമൊക്കെ ചെയ്ത് സമരം ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള വിഷമത്തോടു കൂടിയാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് എന്തായിരുന്നു സ്ഥിതി? അല്ല, ഇവിടെ പിന്നെ ഇതാണ് സമരം തുടങ്ങുന്ന ഒരു സ്ഥലം ഇതാണ്. എല്ലാ സമരങ്ങളും ഇവിടുന്നാണ്. പല സമരങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു മരമാണിത്. പിന്നെ ഇവിടെ എനിക്ക് അറ്റൻഡൻസ് കുറവായപ്പോൾ, എനിക്ക് മിമിക്രി മോണാക്ട് യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു ഞാൻ. അപ്പോൾ ഇവിടെ അന്ന് പ്രിൻസിപ്പളായിട്ടുള്ള ഭരതൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഇനി പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ കഥാപ്രസംഗത്തിന് കൂടി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പോയേ തീരൂ, കെടാമംഗൽ സദാനന്ദൻ എന്ന് പറഞ്ഞൊരു കഥീനുണ്ട്, അദ്ദേഹത്തിനെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്ത്, എൻ്റെ അമ്മയെ പോയി ഞാൻ അതും കണ്ടു, പറവൂരുള്ളത്. അമ്മ കുറച്ച് കൈനീട്ടം തന്നു. ആ കൈനീട്ടവുമായിട്ട് കെടാമംഗലം സദാനന്ദൻ്റെ അടുത്ത് പോയി. ആ കെടാമംഗലം സദാനന്ദൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇത് കൊടുത്തിട്ട് പറഞ്ഞു, എന്തിനു വന്നാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കഥാപ്രസംഗം പഠിക്കാൻ വന്നാന്ന് പറഞ്ഞു. കഥാപ്രസംഗമല്ല, കഥാപ്രസംഗം എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ കൈനീട്ടം തന്ന ഒരമ്മയില്ലേ, ആ അമ്മയുടെ മകൻ ഇവിടെയുണ്ട്. അന്ന് എന്നോട് ഹിഡുംബൻ. അപ്പോൾ ഹിഡുംബൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് ആ ഹിഡുംബനെ കാണാൻ പറ്റും. സതീഷ് വളരെ ചെറിയ ആളാണ്, ചെറുതാണ്, പക്ഷെ വലിയ മനസ്സാണ്. ഹിഡുംബൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ കാണാൻ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ എന്താണ് ചേട്ടാ പറയാനുള്ളത്? അല്ല, അപ്പൊ ഞങ്ങൾ ഇപ്പൊ എനിക്ക് നിങ്ങളുടെ വളരെ ചെറിയൊരു മനുഷ്യനെ പോലെ എനിക്ക് തോന്നുന്നു. ഒരേ ബെഞ്ചിലായിരുന്നു പഠിച്ചത്. ഇപ്പൊ ഇരുന്നെങ്കിൽ ആ ബെഞ്ച് ഓടിഞ്ഞാനെ. എന്തായാലും എവിടെ നിന്നോ. അപ്പോൾ നിങ്ങളുടെ മഹാരാജാസ് കാലഘട്ടത്തെ പറ്റിയിട്ടൊന്ന് പറയും. ടിനി ചേട്ടൻ അന്ന് എങ്ങനെയായിരുന്നു? ടിനി വളരെ സ്മാർട്ടായിരുന്നു. മാത്രമല്ല ടിനിക്ക് വളരണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതുമാത്രം എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അന്ന് പുള്ളിക്ക് സിനിമയൊന്നും അല്ലായിരുന്നു, എങ്ങനെയെങ്കിലും മിമിക്രി നന്നായിട്ട് ചെയ്യും. ഭരതൻ സാറിനെ ഏറ്റവും നന്നായിട്ട്, ഭരതൻ സാറിന് ഇവിടുന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ചിലപ്പോൾ ആ അനൗൺസ്മെന്റ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ടിനി മറന്നിട്ടുണ്ടാവില്ല. ആ ഭരതൻ സാറിനെ ഇത്ര വളരെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനുണ്ട്. ആ സൗണ്ട് ഒന്നും കൂടി ഒന്ന് കേട്ടാ കൊള്ളാമെന്നുണ്ട്. മഹാരാജികയും അല്ലെങ്കിൽ മഹാരാജാസിന്റെ കൊടി ഉയരങ്ങളിൽ ഉയർന്നു നിൽക്കണം, ഒരു സിംഹഗർജനായിരുന്നു. അല്ല,
അപ്പൊ കഥാപ്രസംഗം എന്തായി? അങ്ങനെ കഥാപ്രസംഗത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ ഇവിടെ എറണാകുളത്ത് തന്നെ ഫ്രണ്ടിൽ രാജേന്ദ്ര മൈതാനത്താണ് കോമ്പറ്റീഷൻ. എനിക്ക് ഫുൾ മഹാരാജാസിലെ പിള്ളേരും സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഞാൻ സ്റ്റേജിൽ കയറി ഭയങ്കര കൈയടി. കഥ പറഞ്ഞു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കഥ മറന്നുപോയി. പിന്നെ പലരും പറഞ്ഞു അതിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു, മമ്മൂട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ സംശയം. ഞാനൊരു സിനിമാ പ്രസംഗമാണ് നടത്തിയത്. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ഇത്രയുള്ളൊരു മനുഷ്യൻ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. എന്നെ ഇങ്ങനെ പുച്ഛത്തോടെയൊക്കെ നോക്കി. ഞാനിവൻ എന്ത് ചെയ്യാനെന്നുള്ള രീതിയിൽ ഞാൻ പോയി അവതരിപ്പിച്ചു. എനിക്ക് സമ്മാനം കിട്ടിയില്ല. പക്ഷേ മിമിക്രി മോണാക്ടിന് എനിക്ക് കിട്ടിയിട്ടോ. അന്ന് സലീം കുമാർ എന്ന് പറയുന്ന നാഷണൽ അവാർഡ് വിന്നറായിരുന്നു. എൻ്റെ ജൂനിയറായിട്ടാണ് വന്നത്. പക്ഷേ ഞങ്ങളെക്കാളൊക്കെ സീനിയറായിരുന്നു. കുറേ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. ഇവിടെ ബീഡിയും വലിച്ചിരിക്കുമായിരുന്നു. ഫസ്റ്റ് അദ്ദേഹത്തിന്, സെക്കൻഡ് പക്രുവിന്, 3ാം സ്ഥാനം എനിക്ക്. അങ്ങനെയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്നത്. പക്ഷെ കഥാപ്രസംഗത്തിൽ ഞാൻ തോറ്റുപോയി. എന്നെ തോൽപ്പിച്ചത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇനി തരാൻ പോകുന്നത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ടിനി ചേട്ടനെ കഥാപ്രസംഗത്തിൽ തോൽപ്പിച്ചത് ആര്? നമുക്ക് കാത്തിരുന്ന് കാണാം. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവന്റെ പേര് ഇടുമ്പന്നല്ല, സതീഷ് കുമാർ PP. ചേട്ടാ പേര് ചോദിച്ചില്ല. അപ്പൊ ശരി, നൈസ് ടു മീറ്റ് യു. അപ്പോ ടിനി ചേട്ടനെ കഥാപ്രസംഗത്തിൽ തോൽപ്പിച്ചത് ആര്? സാംബശിവനാണോ? അല്ല. കെടാമംഗലമാണോ? അല്ല. VD രാജപുരാണോ? അല്ലേ അല്ല. പിന്നെ ആരാണ് ചേട്ടാ? എന്റെ എല്ലാം വില പോയത്. നമസ്കാരം. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇതിപ്പോൾ ഞങ്ങൾ കൂട്ടുകൂടിയിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. ഈ വർഷമായി കുറേ ഇതിനകത്ത് എല്ലാത്തിനകത്തും പറയുന്നുണ്ട് ഇവനെ തോപ്പിച്ച ആളെന്നൊക്കെ പറഞ്ഞിട്ട്. അത് മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല ചേട്ടാ. അതാണ് മനസ്സിൽ കളഞ്ഞിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഒരുപാട് മത്സരങ്ങളിൽ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ഇപ്പം മത്സരിച്ചുകൊണ്ടേ ഇരിക്കുക, രണ്ടുപേരും കൂടെ. ജീവിക്കാൻ വേണ്ടി മത്സരിക്കുന്നു, അത്ര തന്നെ. വയറ്റിപ്പഴപ്പിന് വേണ്ടി. അപ്പൊ ചേട്ടാ, ടിനി ചേട്ടനെ എത്ര വർഷമായിട്ട് അറിയാം? ഒരു 15 വർഷത്തിന് മേലെ. വെരി ഗുഡ്. ചേട്ടനെ തന്നെയാണ് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് നമ്മൾ കുറേ പേരെ കണ്ടു. ഇതിലൊരു ഒറ്റ മനുഷ്യൻ പോലും ടിനി ചേട്ടനെ പറ്റിയിട്ട് ഒരു മോശം വാക്ക് പറഞ്ഞിട്ടില്ല. ഇനി ഈ ചേട്ടനിലാണ് ഞങ്ങൾ അവസാനത്തെ പ്രതീക്ഷ. എന്തെങ്കിലും ഒന്ന് പറയൂ. അല്ല, ആ ഒരു അങ്ങനെ ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ശരിയായ സ്ഥലത്താണ്. വെരി ഗുഡ്. കാരണം ഒരിടത്തും ഒരു പുകഴ്ത്തലോ ഒരിടത്തും ഒരു എന്താ പറയുക, ടിനി എന്ന് പറഞ്ഞാൽ ഒരു മഹാനായ അങ്ങനെയൊന്നും എന്നെ കൊണ്ട് നടന്ന് കാശുണ്ടാക്കുക. ഓരോ ഇപ്പൊ ഈ മാജിക്കുകാരൻ, ഓരോ കലാകാരന്മാരുടെ കയ്യിൽ ഓരോ സാധനങ്ങളുണ്ടാവും. മാജിക്കുകാരുടെ കയ്യിൽ കമ്പ്, അതുപോലെ തന്നെ ചിലപ്പോൾ ഈ കഥകളിക്കാരുടെ കയ്യിൽ അതുപോലത്തെ കുറേ ഐറ്റംസ്, ചെണ്ട എന്നൊക്കെ പറയുന്ന പോലെ ടിനി ടോമിൻ്റെ കയ്യിലുള്ള ഒരു ഉപകരണം. അതാണ് ഞാൻ. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു ചേട്ടാ. നമ്മൾ അജയ് ചേട്ടനെ ഇന്ന് മീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ എപ്പിസോഡ് ഒരു ക്ലൈമാക്സ് ഇല്ലാത്ത ഒരു സിനിമ പോലെ ആയി പോയത്. സത്യം. അല്ല, സലീമേട്ടൻ പറഞ്ഞ കാര്യം പറഞ്ഞു. അതായത് ഈ ആൾക്കാരെല്ലാരും ഇവിടെ വന്നിട്ട് എല്ലാ ആൾക്കാരും ക്രൗഡെല്ലാം കൂടി കഴിയുമ്പോഴത്തേക്കിന് എടുക്കട്ടെ. അന്നേരം എല്ലാരും വളരെ സർപ്രൈസ് ആയിട്ടിരിക്കുക, എന്തായിരിക്കും എടുക്കാൻ പോകുന്നത്. ഒന്നിൽ തന്നെ ഒരു ബാഗിൽ, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും പുറകിൽ ഇങ്ങനെ നോക്കി. എനിക്കൊന്ന് എന്നെ ഏറ്റവും കൂടുതൽ എടുത്തോണ്ട് നടന്നിട്ടുള്ളത്, എടുത്തു പൊക്കി കാണിച്ചിട്ടുള്ള ആൾ ഇദ്ദേഹമാണ്. ഞാന് അഹങ്കാരം കൊണ്ട് പറയുന്നൊന്നുമില്ല. എന്നെ എടുത്തോണ്ട് നടന്നിട്ടുള്ളവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ എല്ലാദ്യം തുടങ്ങും. ഇപ്പൊ സിനിമയാണെങ്കിൽ ഇപ്പൊ ദഫേദാർ റിലീസ് ചെയ്യപ്പോഴും ഫസ്റ്റ് ദിവസം ഇവനാണ് അവലോകനത്തിലുകൊണ്ടിരിക്കുന്നത്, റിവ്യൂസ്. ദഫേദാർ ടിനിയെ സംബന്ധിച്ചിടത്തോളം ടിനിയിൽ നിന്ന് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായ സിനിമയാണ്. ഞാൻ ബിഗ് ഫാദർ എന്ന സിനിമ ചെയ്ത് വയസ്സൊക്കെ ആയി ജയറാമേട്ടൻ്റെ അച്ഛനായിട്ടൊക്കെ അഭിനയിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അന്നേരം ഇവൻ പറഞ്ഞു, അങ്ങനെയാ ജീവിക്കണേ കുറച്ചേ കഷ്ടപ്പെടണം എന്നൊക്കെ പറഞ്ഞ് വളരെ കൂളായിട്ട് തള്ളിക്കളഞ്ഞു. അതല്ലെങ്കിൽ ഞാൻ ഈ സിനിമ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എടാ വിഗ് വെക്കലും മേക്കപ്പ് ഇടലും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ഇതായി, ഭയങ്കര ഇതായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു വേഷം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു വെറൈറ്റി ഒരു സംഭവം നമുക്ക് കിട്ടാന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമില്ല. പിന്നെ വേറെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡഫാദാറാണ് ഇവൻ്റെ ഏജിനൊക്കെ അനുസരിച്ചിട്ടുള്ള
അങ്ങനെ സമയം കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറൈസേഷൻ കിട്ടിയത് അങ്ങനെയാണ്. ആദ്യമായിട്ടാണ് പറ്റിയ ഒരു ക്യാരക്ടർ കിട്ടുക. ഈ പരിപാടിയുടെ പേര് സ്റ്റാറിനെ ചാറാക്കുന്ന പരിപാടിയാണ്. ഇനിയിപ്പോ വയസ്സായ കഥാപാത്രങ്ങൾ ഒരുപാട് പേര് ചെയ്യാം. അതെ അതെ, അച്ഛൻ കഥാപാത്രങ്ങൾ, അപ്പൂപ്പൻ കഥാപാത്രങ്ങൾ, മൈ ബിഗ് ഫാദറിന്റെ 2ാം ഭാഗം വരുന്നുണ്ട്, മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദർ. അത് മിക്കവാറും നമുക്ക് എന്താണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ നിന്ന് കിട്ടിയാൽ മതി, ജീവിച്ചു പോയാൽ മതി. അല്ലാതെ പക്ഷെ എന്തായാലും ഒരു ഡഫദാർ ടിനിയെ സംബന്ധിച്ചൊരു മൈൽ സ്റ്റോൺ തന്നെ ആയിരിക്കും. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കിട്ടും ആ സിനിമയിൽ. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ നമ്മുടെയൊക്കെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന ചില രംഗങ്ങളൊക്കെ ടിനി വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിപരമായിട്ട് അവൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു സിനിമയാണ് ഡഫദാർ. പോരെ. അപ്പോൾ ചേട്ടാ വളരെ സന്തോഷം കൗമുദി ചാനൽ ഞങ്ങളുടെ പിന്നാലെ വന്നതിന്, ഞങ്ങളുടെ പിന്നാലെ അല്ല എൻ്റെ പിന്നാലെ വന്നതിന്, ഇത്രയും സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചതിനും ഇത് ചാനലിൻ്റെ പ്രവർത്തകർക്കും എൻ്റെ പിന്നണിയിൽ നിൽക്കുന്നവർക്കൊക്കെ നന്ദി പറയുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സൈക്കിൾ പൂർണ്ണമാണെങ്കിൽ ഇവിടെ എത്തണം. പപ്പുവിൻ്റെ അടുത്ത് എത്താണ്ട് എനിക്കൊരു ലൈഫ് സൈക്കിൾ പൂർണ്ണമാവില്ല. അത് വളരെ മനോഹരമായിട്ട് എത്താൻ സാധിച്ചു. അവൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായി, അവനിവിടെ ഉണ്ടായത് നമ്മുടെ ഭാഗ്യം. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല പണിയും കിട്ടി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഒരു പണി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒതുങ്ങുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ടുഡേസ് എപ്പിസോഡ്. ഇതിൽ കൂടുതലൊന്നും നമുക്ക് തരാറില്ല, ഇത്രയൊക്കെ ഉള്ളൂ. സ്റ്റാർ ഫിൽഡ് എപ്പിസോഡ്.